ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, എനിക്ക് കുറച്ച് തിരക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഒന്നും ഓർഡറിലല്ല. നിങ്ങൾക്ക് എല്ലാ ഷഫിൾ ചെയ്തിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തപ്പം ഓർഡറിലൊന്നും അല്ല. അതേപോലെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സ്ലൈഡിൽ ക്വസ്റ്റ്യൻ ഒക്കെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് അലൈൻഡ് ഒന്നും അല്ല. അതൊന്നും ശ്രദ്ധിക്കണ്ട. അതിനൊന്നും കറക്റ്റ് ആയിട്ടൊന്നും ചെയ്യാനുള്ള ടൈമും കിട്ടിയില്ല എനിക്ക്. അപ്പോ അതൊന്ന് ക്ഷമിക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് संज्ञा के जिस रूप से पुरुषत्व या स्त्रीत्व का बोध हो उसे क्या कहते हैं അല്ലെ? അപ്പൊ സംജ്ഞയുടെ ഏത് രൂപത്തിലാണോ പുരുഷത്വ അല്ലെങ്കിൽ സ്ത്രീത്വ അങ്ങനെ രണ്ട് ബോധം, സ്ത്രീലിംഗം പുല്ലിംഗമാണ് ഉദ്ദേശിക്കുന്നത് വരുന്നുണ്ടെങ്കിൽ അതില് എന്താ വിളിക്കാന്നാ ചോദിക്കുന്നത്. ഏതാണ്? വചനാണോ, കാരകാണോ, ലിംഗാണോ, ക്രിയയാണോ? ലിംഗാണ് അല്ലെ? സിമ്പിൾ, ലിംഗാണ്. ഇനി ഹിന്ദി ഭാഷാമേ ലിംഗ് കെ കിത്തനെ ഭേദ് ഹെ? ഹിന്ദി ഭാഷയിൽ എത്ര ടൈപ്പ് ലിംഗ് ഉണ്ട്? എത്ര ടൈപ്പ് ഉണ്ട്? ദോ ആണ് കേട്ടോ. അതായത് സ്ത്രീലിംഗ്, പുല്ലിംഗ് അല്ലെ? പക്ഷെ സംസ്കൃതത്തിലൊക്കെ ആണെങ്കിൽ 3 ഉണ്ട്. നപുംസക ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിലാണ് എന്ത് വരിക? നമ്മുടെ എന്താ പറയാ, നമ്മള് കല്ല് അങ്ങനെയുള്ള ചില വസ്തുക്കളെയൊക്കെ സംസ്കൃതത്തില് ഈ നപുംസകലിംഗത്തില് ഉൾപ്പെടുത്തും. ഓക്കെ, ദെൻ നിമ്നലിഖിത് മേം സെ കിൻകെ നാമ പ്രായ സ്ത്രീലിംഗ് ഹോത്തെ ഹെ? അപ്പൊ താഴെ തന്നിട്ടുള്ളതിൽ എപ്പോഴും സ്ത്രീലിംഗമായിട്ട് വരുന്ന വാക്ക് ഏതാണ് എന്നാ പറയുന്നത്. ബോലിയോം കെ നാം. ഓക്കെ, ബോലിയോം കെ നാം അതായത് എന്താ പറയാ, ചൊല്ലുകള്, അങ്ങനെയുള്ള അതിന്റെയൊക്കെ, അതായത് അങ്ങനെയുള്ളതിന്റെ നാമങ്ങള് എപ്പോഴും എന്താണ്? സ്ത്രീലിംഗത്തിലാ വരിക. പേടോം കെ നാമ് സ്ത്രീലിംഗ അല്ല, പുല്ലിംഗാണ്. ഫലോം കെ നാമ് പുല്ലിംഗാണ്. സാഗരോം കെ നാമ് പുല്ലിംഗാണ്. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, പുല്ലിംഗിൽ സ്ത്രീലിംഗം പഠിച്ചിരുന്നപ്പം ഏതൊക്കെയാണ് കുറെ ഒരു എക്സാമ്പിൾസ് നമ്മൾ ഇങ്ങനെ കുറച്ച് പഠിച്ചു. കുറെ സാധനങ്ങളുടെ പേര് എപ്പോഴും പുല്ലിംഗായിരിക്കും, കുറെ എപ്പോഴും സ്ത്രീലിംഗായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദിസ് ഇവിടെ ബോലിയോം കെ നാം. ഓക്കെ, then next one. ओके, निम्नलिखित में से किनके नाम प्राय पुल्लिंग होते हैं? ഓക്കെ, പുല്ലിംഗില് വരുന്നത് ഭാഷാവോം കെ നാം, നദിയോം കെ നാം, തിഥിയോം കെ നാം, ദിനോം കെ നാം. ഇതില് എന്താണ് പുല്ലിംഗമായിട്ട് എപ്പോഴും വരുന്നത്? ദിനോം കെ നാമാണ് അല്ലെ? നമ്മൾ പഠിച്ചു ദിനോം, മഹിന, അതായത് ഡേയ്സ്, മന്ത് അല്ലെ, ഇയർ, അങ്ങനെയുള്ളതിന്റെ ജാനുവരി, ഫെബ്രുവരി, അല്ലെങ്കിൽ സോമവാർ, മംഗൾവാർ, ഇതൊക്കെ പുല്ലിംഗത്തിലാണ് വരിക നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ ഭാഷാവോം കെ നാം ആണെങ്കിൽ നദിയോം കെ നാം, തിഥിയോം കെ നാം, ഇതൊക്കെ എന്താണ്? സ്ത്രീലിംഗിലാണ് വരിക. അതായത് ഹിന്ദി, മലയാളം അല്ലെ, അതേപോലെ നദി, ഗോദാവരി, നർമ്മദ, ഇങ്ങനെ വരുന്നതൊക്കെ എന്താണ്? സ്ത്രീലിംഗമാണ്. ഓക്കെ, ദെൻ കവി കാ സ്ത്രീലിംഗ രൂപ ഹോഗ? ഏതാണ് കവിയുടെ സ്ത്രീലിംഗ രൂപം ഇതിൽ പറയുന്നത്? കവയത്രി അല്ലെ? കവയത്രിയാണ് കവിയുടെ സ്ത്രീലിംഗ രൂപം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വിദുഷി കാ പുല്ലിംഗ രൂപ. ഈ ക്വസ്റ്റ്യൻ നമ്പർ ഒന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ, ഇതൊന്നും ഓർഡറിലല്ല, നോക്കണ്ട. വിദുഷി കാ പുല്ലിംഗ രൂപ ഹോഗ? ഏതാണ് വിദുഷിയുടെ പുല്ലിംഗ രൂപ? വിദ്വാൻ. ഓക്കെ, വിദുഷി, വിദ്വാൻ, വിദുഷി, വിദ്വാൻ, വിദുഷി, വിദ്വാൻ. രാജാനെ ദാൻ ദിയ. ഓക്കെ, രാജാവ് ദാനം ചെയ്തു, ദാനം കൊടുത്തു. വാക്യക സ്ത്രീലിംഗ രൂപ ഹോഗ? ഈ വാക്യത്തിന്റെ സ്ത്രീലിംഗ രൂപം എങ്ങനെ എഴുതാം? ഓപ്ഷൻ എല്ലാം വായിക്കണോ? രാജാവോം നെ ദാൻ ദിയ, റാണി നെ ദാൻ ദിയ, രാജാനെ പ്രജാക്കോ ദാൻ ദിയ, റാണിയോം നെ ദാൻ ദിയ. ഏതാണ് ഇവിടെ വരിക? രാജാനെ ദാൻ ദിയ, റാണീനെ ദാൻ ദിയ. സ്ത്രീലിംഗിലെ രാജ, സ്ത്രീലിംഗ് എന്താണ്? റാണി, റാണീനെ ദാൻ ദിയ. ഓക്കെ, നെക്സ്റ്റ് संज्ञाओं के साथ आने वाली विभक्तियों को क्या कहा जाता है? സംജ്ഞ അതായത് നൗണിന്റെ കൂടെ വരുന്ന വിഭക്തികൾക്ക് എന്താണ് നമ്മൾ പേര് വിളിക്കാറുള്ളത്? സംശ്ലിഷ്ട, വിശ്ലിഷ്ട. ഇത് നിങ്ങൾക്ക് വേണ്ട കേട്ടോ, ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്, ഇത് നിങ്ങൾക്ക് വരാറില്ല. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്, ഇത് വേണ്ട. നെക്സ്റ്റ് നോക്കാം.
छात्र ने परीक्षा उत्तीर्ण की രേഖാങ്കിത ശബ്ദ का സ്ത്രീലിംഗ ലിഖിയേ. അപ്പൊ ഇതില് രേഖാങ്കിത ശബ്ദത്തിന്റെ സ്ത്രീലിംഗം എഴുതാനാ പറയുന്നത്. ഛാത്ര, ഇവിടെ രേഖാങ്കിത ശബ്ദം അണ്ടർലൈൻഡ് വേർഡിന്റെ സ്ത്രീലിംഗം എഴുതാനാണ് ഇവിടെ ഒരു അണ്ടർലൈൻ ഉണ്ട് കേട്ടോ. ഛാത്ര, ഇതാണ് നമ്മുടെ അണ്ടർലൈൻഡ് വേർഡ് ഛാത്ര. അപ്പൊ ഛാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റുഡന്റ് ആണ്, വിദ്യാർത്ഥിയാണ്. അപ്പൊ അതിന്റെ സ്ത്രീലിംഗം എഴുതാൻ എന്താണ് സ്ത്രീലിംഗം? ഛാത്ര ആണ്, ഛാത്ര. ഓക്കെ. ദെൻ മകർമച്ച് കാ സ്ത്രീലിംഗ്. മകർമച്ച് സ്ത്രീലിംഗ്, ഇതൊക്കെ പഠിച്ചു വെക്കാനേ ഉള്ളൂ. മാതാ മകർമച്ച് ആണ്, മാതാ മകർമച്ച്. ദെൻ ജസ്റ്റ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോ ഇട്ടുന്നേ ഉള്ളൂ. PYQ ആണ്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് വരും എന്ന് പറയാൻ വേണ്ടി മാത്രം ചില വേർഡ്സ് വന്നിട്ട് അതിന്റെ സ്ത്രീലിംഗ് അതൊക്കെ നമുക്ക് അറിയുന്നതാണെങ്കിൽ എഴുതാം. മാക്സിമം അറിയുന്നതൊക്കെ വരുമായിരിക്കും. പിന്നെ നിങ്ങൾ ഈ ഹിന്ദി അധികം ബേസ് ഇല്ലാതെ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കാം. ഓക്കെ. കാരണം ഒരുപാട് വേർഡ് ഉണ്ട്, അതിന്റെ എല്ലാം പുല്ലിംഗോ സ്ത്രീലിംഗോ ഒന്നും ഹിന്ദി നല്ല ബേസ് ഉള്ള ഒരാളെ അല്ലാത്തിടത്തോളം കാലം നമുക്കത് പഠിച്ചു വെക്കുക എന്നുള്ളത് ചിലപ്പോൾ കുറച്ച് കാലയളവിന്റെ ഇടയിൽ ബുദ്ധിമുട്ടാണ്. അപ്പോ ആ ഒരു മാർക്ക് കിട്ടിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കാം. ഓക്കെ. ദെൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുറെ സ്ത്രീലിംഗമൊക്കെ ജനറലി കണ്ടുവരാറുള്ള കുറെ സ്ത്രീലിംഗ പുല്ലിംഗ ശബ്ദമൊക്കെ ഞാൻ ആ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. അതിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, അല്ലാതെ വരുന്നതാണെങ്കിലാണ് പറഞ്ഞത്. ഓക്കെ. നിമ്നലിഖിത മേം കോൺ ശബ്ദ പുല്ലിംഗ് പ്രയോഗ നഹി ഹോത്ത. ഓക്കെ. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് പുല്ലിംഗ് പ്രയോഗത്തിൽ ഉപയോഗിക്കാത്തത് അല്ലാത്തത്? നദി അല്ലെ, നമ്മൾ പഠിച്ചു. നദി പുല്ലിംഗ അല്ല, സ്ത്രീലിംഗാണ്. ഇവിടെ ഹാത്തി പുല്ലിംഗാണ്. ദഹി എന്ന് പറഞ്ഞ ഹാത്തി അറിയാലോ, ആന. ദഹി ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേടാണ് കേട്ടോ, കേട്. തൈര്, തൈര്. പിന്നെ പാനി, ഇതൊക്കെ എന്താണ്? പുല്ലിംഗാണ്. ഓക്കെ. नीचे दिए गए शब्दों में से भाववाचक संज्ञा की पहचान करें. താഴെ പറഞ്ഞിട്ടുള്ള വേർഡ്സില് ഭാവവാചക സംജ്ഞ ഏതാണെന്ന് പറയാൻ. ഏതാണ് ഭാവവാചക സംജ്ഞ നോക്കാം. ദില്ലി, ലഡ്ക, മോഹൻ, ബീമാരി. നോക്കൂ, ദില്ലി ഭാവവാചകാണോ? ഭാവവാചക സംജ്ഞ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? അതായത് ഒരു കിസി വ്യക്തി യാ വസ്തു യാ സ്ഥാൻ അല്ലെ, ഇതിന്റെ എന്തിന്റെങ്കിലും ഒക്കെ ഗുണ അല്ലെ, അല്ലെങ്കിൽ ദോഷ, അല്ലെങ്കിൽ ആകാർ, അങ്ങനെയുള്ള ഗുണത്തെയോ ദോഷത്തെയോ അതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? ഭാവവാചക സംജ്ഞ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ദില്ലി ഗുണദോഷാണോ? അല്ല. ലഡ്ക ആണോ? അല്ല. മോഹനൊക്കെ വ്യക്തിവാചക സംജ്ഞയാണ്. ലഡ്ക ദില്ലി എന്ത് സംജ്ഞയായിരുന്നു? ജാതിവാചക സംജ്ഞയാണ്. പിന്നെ ബീമാരി എന്താ വരിക? ഭാവവാചക സംജ്ഞ അല്ലെ. ബീമാരി എന്ന് പറഞ്ഞാൽ എന്താണ്? അസുഖം, രോഗം അല്ലെ, രോഗം. ഇതെന്താണ്? ഒരു അവസ്ഥയെ സൂചിപ്പിക്കുകയാണിത് അല്ലെ. അപ്പൊ അതെന്താണ്? ഭാവവാചക സംജ്ഞയാണ്. ഓക്കെ. ദെൻ നിങ്ങൾക്ക് ഓക്കെ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ സംസ്കൃത വേർഡ്സ് എങ്ങനെ മനസ്സിലാക്കും? സംസ്കൃത വേർഡ് ചോദിക്കില്ല കേട്ടോ, സംസ്കൃത വേർഡ് ചോദിക്കില്ല. അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സംസ്കൃത വേർഡ് ഒന്നും ചോദിക്കില്ല. ഓക്കെ. നിങ്ങൾക്ക് രബിത സംസ്കൃത വേർഡ് ചോദിക്കില്ല. ഞാൻ പറയുന്നതൊക്കെ ഓക്കെ ആയിരുന്നല്ലോ അല്ലെ. ഞാൻ വോയിസ് സ്റ്റക്കോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് വന്ന് നോക്കിയതാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. യെസ്. ദെൻ ഓക്കെ, നോക്കൂ. വർഷ ശബ്ദ കാ ഉചിത ബഹുവചൻ ചുനിയെ. വർഷ എന്ന് പറഞ്ഞിട്ടുള്ള ശബ്ദത്തിന്റെ ബഹുവചൻ കണ്ടുപിടിക്കുക. ഏതാണ്? വർഷായേ ആണോ? വർഷവോ ആണോ? വർഷ ആണോ? വർഷഗണാണോ? വർഷ ആണ് കേട്ടോ. വർഷ, അതിന്റെ ബഹുവചൻ അത് തന്നെയാണ്. വർഷ. ഓക്കെ. ബഹുവചൻ അത് തന്നെയാണ്, വർഷ. ഇനി കോൺസ ശബ്ദ ഏകവചൻ നഹി ഹെ. ഇതിൽ ഏത് ശബ്ദമാണ് ഏകവചൻ അല്ലാത്തത്? ഹോഷ്, ദൂത്, ആഗ്, ഭീണ്ട്. ഇതിൽ ഏകവചൻ അല്ലാത്തത് ഹോഷ് ആണ്. ഹോഷ് മാത്രം പ്ലൂറൽ ബഹുവചനാണ്. ബാക്കി ദൂത്, ആഗ്, ബീണ്ട് ഇതെല്ലാം ഏകവചനാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറെ ഏകവചന ബഹുവചനം വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു.
ക്ലാസ് എടുത്ത സമയത്ത്. അപ്പോ ഈ ഏകവചനം ബഹുവചനം ഇതുപോലെ തന്നെ ഒരുപാട് ഹിന്ദിയിലെ ഒരുപാട് വാക്കുകൾക്കെല്ലാം ഏകവചനം ബഹുവചനം എന്നിങ്ങനെ തിരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഈ ഹിന്ദി ആയിട്ട് റെഗുലർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഒരുപാട് വായിക്കുന്ന ആളുകൾക്കൊക്കെയാണ് ഇത് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലാകും. ഇനി ഇല്ലാത്തവർക്ക് നമ്മൾ തന്നിട്ടുള്ള വേർഡ്സ് നമ്മൾ ഒരുപാട് VYQs കണ്ടിട്ടുള്ള വേർഡ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതല്ലാതെ വേറെ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അതേ ഉള്ളൂ. ഓക്കെ, ഹമേഷ ബഹുവചൻ ഹോത്താ ഹെ, എപ്പോഴും ബഹുവചന ആയിരിക്കും. അങ്ങനെ കുറെ വേർഡ്സും ഞാൻ തന്നിട്ടുണ്ട് അല്ലെ. കുറെ എപ്പോഴും ബഹുവചനത്തിൽ മാത്രം ഉപയോഗിക്കുന്ന വേർഡ്സ്, എപ്പോഴും ഏകവചനത്തിൽ മാത്രം ഉപയോഗിക്കുന്ന വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വേർഡ്സ് അതിൽ നിന്നൊക്കെ വരുള്ളൂ, വേറെ ഒന്നും വരില്ല. നിങ്ങൾ അതിനെ ഒന്ന് പഠിച്ചാൽ മതി. ഹമേഷ ബഹുവചൻ ഹോത്താ ഹെ, എപ്പോഴും ബഹുവചനത്തിൽ തരുന്നത് ഏതാണ്? പ്രാൺ. ഇതില് ഭക്തി, കിതാബ്, മാതാ ഇതൊന്നും അല്ല. എപ്പോഴും ബഹുവചനില് ഉപയോഗിക്കുന്നത് പ്രാണാണ് കേട്ടോ. ഓക്കെ, നോക്കൂ. ഹോസ് ശബ്ദ കാ പ്രയോഗ സദൈവ് ഹോത്താ ഹെ. എങ്ങനെയാണ് ഹോസ് ശബ്ദം എപ്പോഴും എങ്ങനെയാ ഉപയോഗിക്കുക? എപ്പോഴും എല്ലായ്പ്പോഴും ബഹുവചൻ അല്ലെ. ഈ ക്വസ്റ്റ്യൻ 2-3 പ്രാവശ്യം കണ്ടു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഇട്ടത്. ഇപ്പൊ നേരെ തിരിച്ചു ചോദിച്ചു അല്ലെ, എപ്പോഴും ബഹുവചനിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏത് എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഹോഷ് പറഞ്ഞിട്ട് അതിൽ കണ്ടു. അതേപോലെ ഹോസ് ശബ്ദം എപ്പോഴും എങ്ങനെയാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ബഹുവചനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കണ്ടു. നിമ്നലിഖിതമേം കോൺസാ ശബ്ദ ബഹുവചൻ നഹി ഹെ, താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ബഹുവചൻ അല്ലാത്തത്? ബഹുവചൻ അല്ലാത്തത് ജനത, ബാൽ, ദർശൻ, ഹസ്താക്ഷർ. ഇത് നമ്മൾ ഈ പറയുന്ന എല്ലാ വാക്കുകളും ഞാൻ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞ വാക്കുകളാണ് അല്ലെ, നിങ്ങൾക്ക് തന്ന വേർഡ്സ് ആണ്. ഓർമ്മയുണ്ടോ? അതിൽ പ്രത്യേകം നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു, ജനത എന്ന് പറയുമ്പോൾ എന്താണല്ലോ, ജനങ്ങൾ അല്ലെ, ഒരു കൂട്ടം ആളുകളാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്ത്, അതെപ്പോഴും അതായത് ഏകവചനാണ് അല്ല ബഹുവചനാണെന്ന് വിചാരിക്കും. പക്ഷെ എപ്പോഴും അത് എങ്ങനെയാണ്? ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ് കോളുണ്ട്, ഒരു മിനിറ്റ്, ക്ലാസ്സിലാണ്. അപ്പോ ഈ ജനത എന്ന് പറയുന്നത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തന്ന വേർഡാണ്. എപ്പോഴും എങ്ങനെ ഉണ്ടാവുക എന്നാ പറഞ്ഞത്? ബഹുവചനത്തിലല്ല അല്ലെ. നിമ്നലിഖിത് മേം കോൻസാ ശബ്ദ ബഹുവചൻ നഹി ഹോത്താ ഹെ, ബഹുവചനത്തിലല്ല ജനത ഉപയോഗിക്കുക കേട്ടോ. ജനത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏകവചനാണ്. നമുക്ക് കേൾക്കുമ്പോ തോന്നും ബഹുവചനാണെന്ന്. ഓക്കെ, അതേപോലെ ബാൽ കുട്ടി, ദർശൻ, ഹസ്താക്ഷർ ഇതൊക്കെ എപ്പോഴും ബഹുവചനമാണ്. ഇതൊക്കെ തെറ്റിക്കുന്ന ഹസ്താക്ഷരമൊക്കെ നമ്മൾ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞിരുന്നു. ഹസ്താക്ഷരം എന്ന് പറഞ്ഞാൽ ഒപ്പാണ് അല്ലെ, ഒപ്പ് ഒരാളുടെ ഒപ്പ് അല്ലെ. അതിന് നമ്മൾ എപ്പോഴും എന്തായിരിക്കും വിചാരിക്കുക? ഏകവചനം എന്നാണ് വിചാരിക്കുക, പക്ഷെ അത് ബഹുവചനാണ്. അപ്പൊ ഈ വേർഡ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഈ ഹസ്താക്ഷരം ജനതയൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, PYQൽ എപ്പോഴും കാണാറുള്ളതാണ്. ഓക്കെ, ഇനി നിമ്നലിഖിത മേ കോൺസാ ശബ്ദ ഏകവചൻ നഹി ഹെ, താഴെ തന്നിട്ടുള്ള ഏതാണ് ബഹുവചൻ നഹി ഏകവചൻ നഹി ഏകവചൻ അല്ലാത്തത്? സമാചാർ, ആഗ്, ഹവ, വർഷ. അപ്പൊ ഏകവചൻ അല്ലാത്തതാണ് ചോദിച്ചത്, അതായത് ബഹുവചനായത് സമാചാർ. സമാചാർ ബഹുവചനാണ്, ഏകവചൻ അല്ല. ബാക്കി ആഗ്, ഹവ, വർഷ ഇതൊക്കെ എന്താണ്? ഏകവചനാണ്. ഇനി നിമ്നലിഖിത മേ സെ കോൺ സംജ്ഞ കാ പ്രകാർ നഹി ഹെ, താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് സംജ്ഞയുടെ പ്രകാരം അല്ലാത്തത്? സംജ്ഞയ്ക്ക് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ജാതിവാചക സംജ്ഞ, വ്യക്തിവാചക സംജ്ഞ, ഭാവവാചക സംജ്ഞ അല്ലെ. അപ്പൊ ഇതിൽ പെടാത്തത് ഏതാ? വ്യക്തിവാചക സംജ്ഞ, ഭാവവാചക, ജാതിവാചക. അല്ലാത്തത് ഏതാ? ദേശവാചക. ഓക്കെ, നെക്സ്റ്റ്. ഹർ ഏക് ശബ്ദ കാ പ്രयोग होता है, ഓരോ ശബ്ദത്തിനെയും ഉപയോഗിക്കുന്നത് ഏതാണ്? അതായത് ഒരു വാക്ക് തരുമ്പോ അതിൽ ഓരോന്നിനെയും സ്പെസിഫൈ ചെയ്ത് പറയുന്നത് ഏകവചനത്തിലാണോ ബഹുവചനത്തിലാണോ? രണ്ടിലും അങ്ങനെ പറയോ? രണ്ടിലും അങ്ങനെ പറയില്ലേ? ഏതായിരിക്കും? ഓരോന്നിനെയും സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഏതാണ്? ഏകവചനല്ലേ, അതാണ് ഏകവചനമേ. ഓക്കെ, ഭാരതീയ കാ ബഹുവചന ഹോഗ, ഭാരതീയ എന്ന് പറഞ്ഞ ശബ്ദത്തിന്റെ ബഹുവചനം എന്തായിരിക്കും? ഭാരതീയോ, ഭാരതീയാവോ, ഭാരതീയോ, ഭാരതവും. നോക്കൂ, ഈ ഭാരതോ എന്നല്ല, എന്തായാലും ഭാരതീയാവോം അല്ല, ഇത് രണ്ടും എന്തായാലും അല്ല. പിന്നെ ഒരു എണ്ണം ഉള്ളത് ഭാരതീയവും ഉണ്ട്, ഭാരതീയവും ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും തെറ്റാൻ സാധ്യതയുള്ളത് എന്താണ്? ഭാരതി ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഫസ്റ്റ് തന്നെ ഓപ്ഷൻ ഫസ്റ്റില് ഭാരതീയവും ഉണ്ട് അല്ലെ. അതായത് ലെഫ്റ്റ് സൈഡിലേക്കാണ് വള്ളിയിട്ടിട്ടുള്ളത്. അപ്പൊ അത് കാണുമ്പോ ചിലപ്പോ പെട്ടെന്ന് അതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മള് കറപ്പിക്കും. പക്ഷെ അതല്ല, ഭാരതീയവും തേർഡ് ആണ് അല്ലെ.
ആൻസർ ഭാരതി അല്ലെ, തീ ഭാരതീയോം എന്നല്ലേ, അപ്പൊ ഈ ഭാരതീയോം. ഓക്കെ, ആസു കാ ബഹുവചൻ ഹോഗ. ആസു എന്നുള്ള വേർഡിന്റെ ബഹുവചൻ ഏതാ വരുന്നത്? ആസു, ആസുവോം, ആംസു, ആംസുവോ, ആംസുവാം. ഓക്കെ, ഇതിലേതാ വരാ? ആംസുവോം ആണ് കേട്ടോ. ആംസുവോം, ആംസുവോം ഫസ്റ്റ് ആണ് ആംസുവോം. ആ ഇവിടെ ആംസൂവോം ഉണ്ട്, ആംസൂവോം അല്ലല്ലോ, ആംസുവോം അല്ലേ, അപ്പൊ ഇതാണ് ആൻസർ. അതും കൂടെ നോക്കണം. ഇവിടെ ആംസുവോം ആണ്, ഇത് ആംസൂവോം എന്നാണ്. ആംസൂവോം എന്ന് പറയും നമ്മള് കണ്ണുനീർത്തുള്ളികൾക്ക്. ആംസൂ എന്നല്ലല്ലോ, ആംസു അല്ലേ, അപ്പൊ ആംസുവോം. ഓക്കെ, ദെൻ രാജ്യപാൽ കോൺസാ സംജ്ഞ ഹെ. രാജ്യപാൽ എന്ന് പറയുന്നത് ഏത് സംജ്ഞയാണ്? വ്യക്തിവാചകാണോ, ജാതിവാചകാണോ, ഭാവവാചകാണോ, സമൂഹവാചകാണോ? ജാതിവാചക സംജ്ഞയാണ് രാജ്യപാൽ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ സമൂഹവാചകം കൂടെ തന്നിട്ടുണ്ട്. അപ്പം രാജ്യപാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പിന്നെ നമ്മുടെ ഭരണകർത്താക്കള് അങ്ങനെയുള്ള മീനിങ്ങിലാ വരാം. അപ്പൊ അതിനെ സമൂഹവാചക സംജ്ഞയായിട്ടും എടുക്കാൻ വേണമെങ്കിൽ ജാതിവാചകം. അപ്പൊ ഓപ്ഷനിൽ രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങള് സമൂഹവാചക ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ. സമൂഹവാചകം എന്ന് പറഞ്ഞിട്ട് ആൻസർ തന്നിട്ടുണ്ട് പല എക്സാമിനും. പിന്നെ ഇത് ഇങ്ങനെ വരാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവാനേ വഴിയുള്ളൂ. ജാതിവാചക രണ്ടും ഒക്കെയാണ് കേട്ടോ. ജാതിവാചകം മാത്രമാണെങ്കിൽ അത് എടുക്കുക, സമൂഹവാചകം മാത്രമാണെങ്കിൽ അത് എടുക്കുക. രണ്ടും കൂടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമൂഹവാചകം എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ കറക്റ്റ്. അങ്ങനെ തന്നിട്ടുണ്ട് PYQസിൽ. ഓക്കെ, ശുദ്ധവചൻ ഹേ. ശുദ്ധവചൻ ഏതാണ് ഇതില്? ബാലക്, ബാലകോ, ബാലക്, ബാലകാവോ. അപ്പൊ ഇതില് അതായത് കറക്റ്റ് ശുദ്ധവചൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ വേർഡിന്റെ കറക്റ്റ് ഫോമിൽ വരുന്നത് ഏതാണ്? ബാലക് അല്ലെ, ബാലക്. ഇനി കോൺസ ശബ്ദ് ബഹുവചൻ ഹെ. ഇതിൽ ഏതാണ് ബഹുവചൻ ആയിട്ട് വരുന്നത്? മാതാ, നദി, ലഡ്കെ, കിതാബ്. ഏതാണ് ബഹുവചൻ? സിമ്പിൾ ആണ്, ലഡ്കെ അല്ലെ. ലഡ്കെ ആൺകുട്ടികൾ, മാതാ അമ്മ, നദി നദി തന്നെ, കിതാബ് ബുക്ക് അല്ലെ. അപ്പൊ ഇതില് ബഹുവചനായിട്ട് വരുന്നത് ലഡ്കയാണ്. ഓക്കെ, ഇനി കോൺസ ശബ്ദ ഏകവചൻ നഹി ഹെ. ഏതാണ് ഇതിൽ ഏകവചൻ അല്ലാത്തത്? ജനസമൂഹ, ലോക്, പ്രജ, വർഷഗൺ. ഇതില് ഏകവചനം അല്ലാത്തത്, അതായത് ബഹുവചനമായിട്ടുള്ളത് ഏതാന്നാ ചോദിക്കുന്നത്? ലോകാണ് കേട്ടോ ബഹുവചനം. ബാക്കിയെല്ലാം അത് നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക തന്നെ വേണം, വേറൊരു വഴിയില്ല. നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ലോക്, പ്രജ, ഇതെല്ലാം. ഓക്കെ, അപ്പൊ പഠിക്കുക. നിമ്നമേ കോൺ ശബ്ദ് സർവനാം ഹെ. ഇതിൽ ഏതാണ് സർവനാം? ഏതാണ്? മോഹനാണോ, ആപ്പാണോ, കമല ആണോ, ഗുഡിയ ആണോ? മോഹൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്, കമല ഒരാളുടെ പേരാണ്, ഗുഡിയ പാവ അങ്ങനെ പറയും. പിന്നെ ആപ്പ് എന്താണ്? താങ്കൾ അല്ലെ. അപ്പൊ അതാണ് സർവനാം അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ഗായ് കോൺസി സംജ്ഞ ഹെ. ഗായ് എന്ന് പറയുന്നത് ഏത് സംജ്ഞയാണ്? വ്യക്തിവാചകാണോ, ജാതിവാചകാണോ, ഭാവവാചകാണോ, ദ്രവ്യവാചകാണോ? ദ്രവ്യവാചക അല്ല. എന്തായാലും ദ്രവ്യവാചക സംജ്ഞ എന്ന് പറഞ്ഞൊരു സംജ്ഞ പറയും, ചിലപ്പോ നമ്മൾ എടുത്തിട്ടില്ല, അതങ്ങനെ കോമൺ ആയിട്ട് കേൾക്കാറില്ല. എന്നാലും മനസ്സിലാക്കി വെക്കുക. ഇവിടെ ദ്രവ്യവാചക സംജ്ഞ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്രവ്യം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താണ് ദ്രവ്യം എന്ന് പറയാ? എന്തെങ്കിലും അതായത് മാസുള്ള വസ്തുക്കൾ അല്ലെ, വെയിറ്റ് ഉള്ള എന്തെങ്കിലും, അതായത് ഇപ്പം അരി അല്ലെ, അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ ദ്രവ്യം എന്ന് അങ്ങനെ പറയും. അപ്പൊ അങ്ങനെയുള്ള വസ്തുക്കളാണ് ദ്രവ്യവാചക സംജ്ഞയിൽ വരുന്നത്. ഇതിപ്പോ നോക്കൂ, ഗായ് അതല്ല. ദെൻ ഭാവവാചക സംജ്ഞയാണോ? ഗായ് അതും അല്ല അല്ലെ. ജാതിവാചകാണോ, വ്യക്തിവാചകാണോ? വ്യക്തിവാചകം ആവണമെങ്കിൽ എന്ത് പറയണം? നമ്മളൊരു പശുവിനെ തെരഞ്ഞെടുത്തിട്ട് അതിനൊരു പേരിടുക, അമ്മിണി, അമ്മിണി ഗായ് ഇല്ലേ, അങ്ങനെ ഒരു പേരിട്ടിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിവാചകാണ്. പക്ഷെ ഈ ഗായ് എന്ന് പറയുന്ന ഒരു പൊതുവായ സമൂഹത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് ഇതെന്താണ്? जातिवाचक संज्ञा। जब एक ही प्रकार की वस्तुओं अथवा व्यक्तियों का बोध हो उसे कौन सा संज्ञा कहते हैं? जब एक ही प्रकार ഒരേ പ്രകാരത്തിലുള്ള വസ്തുക്കളെയോ അല്ലെങ്കിൽ വ്യക്തിയെയോ അവരുടെ ആ ഒരു ഐഡിയ തരുന്ന നാം സംജ്ഞയാണെങ്കിൽ അതിനെന്താ നമ്മൾ വിളിക്കുക? വ്യക്തിവാചകാണോ, ഭാവവാചകാണോ, ദ്രവ്യവാചകാണോ, ജാതിവാചകാണോ? ജാതിവാചകാണ് അല്ലെ. ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്. ഇനി निम्नलिखित में
कौन सा शब्द സമൂഹവാചക സംജ്ഞ है സംജ്ഞ नहीं है ഓക്കെ താഴെ പറയുന്നതിൽ ഏതാണ് സമൂഹവാചക സംജ്ഞ അല്ലാത്തത് സമൂഹ സഭ കക്ഷ ബീണ്ട് ദൗഡ് ഈ പറയുന്ന മൂന്നെണ്ണം ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നതാണ് സമൂഹത്തെ ദൗഡാണ് സമൂഹവാചക സംജ്ഞ അല്ലാത്തത് ഓക്കെ ഇനി निम्नलिखित में से कौन सा शब्द द्रव्यवाचक संज्ञा है താഴെ തന്നിട്ടുള്ളതിൽ ഏത് कौन सा शब्द द्रव्यवाचक संज्ञ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ദ്രവ്യവാചക സംജ്ഞ അല്ല ആണ് ദ്രവ്യവാചക സംജ്ഞ ആയത് ഓക്കെ മിഠായി ഘട്ടായി മിഠായി ദൂത് ഢണ്ട് ഓക്കെ അപ്പൊ ദ്രവ്യവാചക സംജ്ഞയില് ദൂതാണ് ദ്രവ്യവാചക സംജ്ഞയില് വരിക നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ പാല് ദ്രവ്യവാചക സംജ്ഞ ഇനി നിമ്നലിഖിത് വിശേഷണോ മേസെ സംജ്ഞാക്കി പഹചാൻ കരെ താഴെ തന്നിട്ടുള്ളതിൽ സംജ്ഞയെ തിരഞ്ഞെടുക്കുക മനസ്സിലാക്കുക ഏതാണ് സംജ്ഞ എന്നുള്ളത് ആസ്മാനി നിയമിത് അനുശാസൻ ഇൻമേ സെ കോയി നഹി ആസ്മാനി നിയമിത് അനുശാസൻ ഇതില് വിശേഷണോമേംസെ സംജ്ഞാക്കി സംജ്ഞ ഏതാണെന്നുള്ള ചോദിക്കുന്നത് അല്ലെ നിയമിതാണോ അല്ല അനുശാസൻ ആണോ അതുമല്ല ആസ്മാനി നമുക്ക് എന്താ പറയാം ഭാവവാചക സംജ്ഞയായിട്ട് പറയാം ഇനി നിമ്നലിഖിത് മേസെ കോൺസ ശബ്ദ സംജ്ഞ ഹെ ഇതിൽ ഏതാണ് സംജ്ഞ ഹര പത്ല സഭ ഗഹര ഇതിൽ നിമ്നലിഖിത് മേസെ കോൺസ ശബ്ദ സംജ്ഞ ഏതാണ് സംജ്ഞ ആയിട്ടുള്ളത് ഹര എന്ന് പറഞ്ഞ ഗ്രീൻ കളറ് പത്ല മെലിഞ്ഞ സഭ അറിയാലോ ഗഹര അപ്പൊ ഇതില് ഏത് ശബ്ദമാണ് സംജ്ഞ എന്നാ ചോദിക്കുന്നത് ക്വസ്റ്റ്യനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇതിലിപ്പോ ഹര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംജ്ഞയായിട്ട് തന്നെ പറയാം വിശേഷൻ അല്ലെ അതേപോലെ പത്തല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവവാചക സംജ്ഞയാണ് സഭ ഇതെല്ലാം സംജ്ഞകൾ തന്നെയാണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് നോക്കണ്ട നെക്സ്റ്റ് പശു ചർ രഹേ ഹെ അല്ലെ പശു ചർ രഹ എന്ന് പറഞ്ഞാൽ എന്താ ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശു ചർ രഹേ ഹെ എന്ന് പറഞ്ഞാൽ പശുക്കൾ ഇങ്ങനെ പുല്ല് തിന്നൂലേ പശുക്കൾ മേയൂലേ അതിനെയാണ് പശു ചർ രഹേ ഹെ എന്ന് പറയുന്നത് പശു എന്ന് ഹിന്ദിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗായ് പശു അല്ലാട്ടോ ജാൻവർ ആണേ അതായത് എന്താണ് ആനിമൽ എന്നുള്ള അർത്ഥാണ് കേട്ടോ ആനിമൽ ആണ് പശു ഓക്കെ പശു എന്ന് പറഞ്ഞാൽ ജാൻവർ അല്ലെങ്കിൽ ആനിമൽ ആണ് പശുവിന് ശരിക്കും ഹിന്ദിയിൽ ഗായ് എന്നാ പറയാ ഇത് മാറിപ്പോകരുത് ഓക്കെ ഗായ് ഈ വാക്യമേ പശു കോൺസ സംജ്ഞ ഇതില് പശു എന്ത് സംജ്ഞയാണ് വ്യക്തിവാചകാണോ ജാതിവാചകാണോ ഭാവവാചകാണോ ദ്രവ്യവാചകാണോ ജാതിവാചകാണ് അല്ലെ ഓക്കെ उसने यह चित्र पेंसिल से ही बना दिया ഒറ്റ മിനിറ്റ് ഐ എം സോറി ഓക്കെ ഓക്കെ അപ്പൊ ഉസ്നെ യഹ് ചിത്ര പെൻസിൽ സേ ഹി ബനാ ദിയ അവൻ ഈ ചിത്രം പെൻസിൽ സേ ഹി ബനാ ദിയ പെൻസിൽ കൊണ്ട് തന്നെയാണ് പെൻസിൽസ് കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നു ബനാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക മേക്ക് ചെയ്യുക എന്നാണ് പെൻസിൽ കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നു അതായത് പെൻസിൽ കൊണ്ടാണ് വരച്ചത് എന്ന് അർത്ഥം വാക്കിക്ക് രേഖാങ്കിത അംശമേ കാരക് അപ്പൊ രേഖാങ്കിത അംശം ഇതാണ് അണ്ടർലൈൻഡ് വേർഡ് പോർഷൻ അപ്പൊ ഇതില് കാരക ഏതാണ് ഉസ്നെ യഹ് ചിത്ര പെൻസിൽ സേ അല്ല സോറി ഇതല്ല കേട്ടോ അണ്ടർലൈൻഡ് ആൻസർ വരുന്നത് കരണ് കാരക അപ്പൊ ഇതാണ് പെൻസിൽ സേ ഒരു മിനിറ്റ്
നോക്കൂ, ഉസ്നെ യഹ് ചിത്ര പെൻസിൽ സെ ഹി ബനാ ദിയ. അപ്പൊ ഇവിടെ പെൻസിൽ സേ ആണ് അണ്ടർലൈൻഡ്. അപ്പൊ സേ എന്ന് പറയുന്നത് ഏത് കാരകായിരുന്നു? കരണകാരക് അല്ലെ, കരണകാരക് സെ. അതായത് എന്തുകൊണ്ടാണ്, വിത്ത് അല്ലെ, എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത് എന്നുള്ളത് കരണകാരക്. ഓക്കെ. വഹ് പത്ര ലിഖ് രഹി ഹെ, വാക്യ കെ രേഖാങ്കിത अंश में कारक है. വഹ് പത്ര ലിഖ് രഹി ഹെ. ആ പത്രം, അത് പത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദിയിൽ എന്താ പറയാ, കത്ത്, ലെറ്റർ കേട്ടോ. പത്രം എന്ന് പറഞ്ഞാൽ ലെറ്റർ ആണ്, ലെറ്റർ. വഹ് ലെറ്റർ രഹി ഹെ, ആ പത്രം എഴുതുന്നു. ഇവിടെ എന്താണ്, കർമ്മകാരകാണ്. രേഖാങ്കിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പോർഷൻ ഇതാണ്, വഹ് പത്ര. ഈ വഹ് പത്ര എന്നുള്ളത് അവൻ ലെറ്റർ എഴുതുന്നു, അല്ല വഹ് പത്ര, ആ പത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പൊ അത് ഇവിടെ എന്തിനെയാണ് ഈ ഒരു സെന്റൻസിൽ മീൻ ചെയ്യുന്നത്? പത്രത്തെയാണ്, അതായത് ലെറ്ററിനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത് അല്ലെ. എഴുതിക്കൊണ്ടിരിക്കുന്നു, എന്തെഴുതിക്കൊണ്ടിരിക്കുന്നു? ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കർമ്മത്തെ അല്ലെ, ചോദ്യം, ക്രിയയോട് ചോദ്യം ആരെ എന്തിനെ എന്ന് ചോദിച്ചാൽ എന്താ കിട്ടുന്നത്? കർമ്മം. അപ്പൊ ഇവിടെ എന്ത് കാരകാണ്? കർമ്മകാരക്. ഓക്കെ. ഇനി കാനോം സുനി ബാദ് സച്ചിനഹി. കാനോം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെവികൾ. കാനോം സുനി ബാദ് സച്ചിനഹി, ചെവി കൊണ്ട് കേൾക്കുന്ന കാര്യം എന്തല്ല, സത്യമല്ല എന്നാ പറഞ്ഞത്. സച്ചിനഹി. വാക്യക്കെ രേഖാങ്കിത് പദമേ കാരക് ഹെ. ഇതിൽ കാരക് ഏതാണ്? കരണകാരക്, അതായത് എന്തുകൊണ്ട് കേൾക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. കാനോം സുനി ബാത്ത് സച്ചിനഹി, കേട്ടു, കേൾക്കുന്നു. അപ്പൊ ഇവിടെ കാനോം സുനി ബാത്ത് സച്ചിനഹി ഹെ, ഇതാണ് അണ്ടർലൈൻ. രേഖാങ്കിത് ആണ് ഇവിടെയാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് കേട്ടത്? കാനോം അല്ലെ, ചെവികൾ കൊണ്ടാണ് കേട്ടത് അല്ലെ. അപ്പൊ അത് കരൺകാരകാണ്, കരൺകാരക്. ഇവിടെ ശരിക്ക് സേ എന്ന് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ എന്തുകൊണ്ട് എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് വരുന്നത്, അതുകൊണ്ട് കരൺകാരക്. ഇനി ഇത്രയും ഇങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് വരാൻ സാധ്യതയുള്ളൂ. ഇതൊക്കെ ഹിന്ദി എക്സാംസിനൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ഞാനൊന്ന് ഇങ്ങനത്തെ ഇൻട്രോഡ്യൂസ് ചെയ്തേ ഉള്ളൂ, അഥവാ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ. ഹേമാക്കോ ഘർ ജാനാ ഹെ, ഹേമയ്ക്ക് എവിടെ പോകണം? ഘർ, വീട്ടിൽ പോകണം അല്ലെ. അപ്പൊ ഇവിടെ വാക്യമേ കോൺസ കാരക്, ഇവിടെ ഏതാണ് ഒരു കാരക് പ്രത്യേകം വന്നിട്ടുള്ളത്? കോ ആണ്. ഹേമാക്കോ, കോ എന്നുള്ളത് ഏതായിരുന്നു? കർത്തൃകാരക് അല്ലെ, നമ്മൾ പഠിച്ചു കർത്തൃകാരക്. ഓക്കെ. ഇനി നെക്സ്റ്റ്, വഹ് സോമവാർക്കോ ആയേഗി. വഹ് സോമവാർക്കോ ആയേഗി, അവൻ സോമവാറിന് വരും. അപ്പൊ ഇതിലേതാ കാരക്? സോറി, ഇതിലേതാ കാരക് വരുന്നേ? കോ അല്ലെ, അധികരൺ കാരകാണ്. അപ്പൊ നേരത്തെ കോ വന്നപ്പോ കർത്തൃകാരകായിരുന്നു, ഇവിടെ കോ വന്നപ്പോ അധികരൺ കാരകായി. അതെന്തുകൊണ്ടാ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, രണ്ട് കോ എന്നുള്ളത് കർത്തൃകാരകായിട്ടും അധികരൺ കാരകായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? തിങ്കളാഴ്ച വരും, തിങ്കളാഴ്ചയിൽ വരും എന്നുള്ളതാണ്. അപ്പൊ അത് കർമ്മത്തെയാണ് അവിടെ, കർമ്മത്തെയല്ല, അതായത് കർത്താവിനെ. അങ്ങനെ നേരത്തെ ക്വസ്റ്റ്യനില് ഹേമാക്കോ ഗർജാന, ഹേമയ്ക്ക് പോണം. ആർക്കാണ് പോകേണ്ടത്? ഹേമയ്ക്ക്. കർത്താവിനാണ് അവിടെ ഇമ്പോർട്ടൻസ് അല്ലെ, അതുകൊണ്ടായിരുന്നു ഇത് കർത്തൃകാരകായത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആ പ്രത്യേക കർത്താവിന് അല്ല, എന്ന് വരും എന്നുള്ളതാണ്. സോമവാർ, തിങ്കളാഴ്ച വരും എന്നുള്ളതാണ്, അതിനാണ് പ്രത്യേകത ഉള്ളത്. അതുകൊണ്ട് കോ എന്നുള്ളത് അധികരൺ കാരകായിട്ട് വരും. അധികരൺ കോ എന്നുള്ള പ്രത്യേക രണ്ട് കാരകായിട്ട് രണ്ടെണ്ണത്തിന് വരുന്നുണ്ട് അല്ലെ, കർത്തൃകാരകത്തിന് നമ്മൾ പഠിച്ചതാണിത്. ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. യഹ് പുസ്തക് മോഹൻ കോ ദേ ദോ, വാക്യമേ രേഖാങ്കിത അംശമേ കാരക് ഹെ. യഹ് പുസ്തക് മോഹൻ കോ ദേ ദോ, ഈ പുസ്തകം ആർക്ക് കൊടുക്കൂ? മോഹനന് കൊടുക്കൂ, മോഹനന് കൊടുക്കൂ. അപ്പൊ ഇത് സമ്പ്രദാൻ കാരകാണ്. സമ്പ്രദാൻ പഠിച്ചില്ലായിരുന്നോ? സമ്പ്രദാൻ കാരക നമ്മൾ എന്താ പഠിച്ച? ഒരാൾക്ക് കൊടുക്കുന്നതിന് അല്ലെ, നമ്മളൊരു സാധനം മറ്റൊരാൾക്ക് നൽകുന്നതിന്, അങ്ങനെ ഉള്ള ആൻസർ ഒക്കെ വരുമ്പോഴാണ് സമ്പ്രദാൻ കാരക വരിക. അതായത് മീനിങ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം. ഓക്കെ. അതായത് ആ ഡെഫിനിഷൻസ് പഠിക്കണേ, എന്നാലും മാത്രം. മേനെ ഉസെ ദോപഹർക്കോ ദേക്കാത, ഞാൻ അവനെ എപ്പോ കണ്ടു? ഉച്ചയ്ക്ക് കണ്ടിരുന്നു. വാക്യമേം കാരക്, ഏതാണ് കാരക്? ഇവിടെ അധികരൺ കാരക്. എപ്പോ കണ്ടു?
അതിനാണ് പ്രത്യേകത. ഞാൻ കണ്ടു എന്നുള്ളതല്ല, ഞാൻ അവനെ എപ്പോഴും ഇതേപോലെ സോമവാറിന് വരും, ദോപഹർക്കോ ദേഖ, അങ്ങനെ ഉച്ചയ്ക്ക് കണ്ടു, ഇതിനാണ് പ്രത്യേകത. അപ്പൊ അധികരൺ കാരക്. ദെൻ രാമ കി ഗായ് ചർത്തി ഹേ, രാമന്റെ പശു മേയുന്നു, പുല്ല് തിന്നുന്നു. ഓക്കെ, ഇവിടെ ഏതാണ് കാരക് വരുന്നത്? സംബന്ധ് കാരക് അല്ലെ. രാമ കി ഗായ് അല്ലെ, കി രാമന്റെ പശു, അവിടെ ഒരു സംബന്ധ് അല്ലെ, അവിടെ ആ ഒരു ബന്ധം സൂചിപ്പിക്കുകയാണ്. രാമന്റെ പശുവാണ്, ആ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ എന്താണ്? സംബന്ധ് കാരക്. ഓക്കെ, കാക്കയ്ക്ക് അല്ലെ സംബന്ധ് കാരക്. ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒറ്റ മിനിറ്റ്. ओके, देन दिए गए वाक्य में कौन सा शब्द परसर्ग है ज्ञान कीजिए. രാജുവിനെ ഖിലൗന ഖരീദ. ഇത് നിങ്ങൾക്ക് വേണ്ടാത്തതാണ്, ഇത് വേണ്ട കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ്, നിങ്ങളെ സിലബസിൽ ഇല്ലാത്തതാണ്. ഓക്കെ, വഹ് അകലെ സാൽ ആയേഗ മേം കാരക് ഹേ. വഹ് അകലെ സാൽ ആയേഗ, അവര് അടുത്ത മാസം വരും. ഇതിലേതാണ് കാരക്? അധികരൺ കാരകാണ് അല്ലെ. അധികരൺ കാരക്. അകലെ സാൽ എന്ന് വരും എന്നുള്ളതാണ്. അകലെ സാൽ അല്ലെ. ദോപഹർ ഉച്ചയ്ക്ക് കണ്ടു, അവൻ ഉച്ചയ്ക്ക് വരും എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെയുള്ളത് എപ്പോ ആ ടൈമിനെയാണ് നമ്മള് പ്രതിനിധീകരിച്ച് പറയുന്നത്. അപ്പൊ അധികരൺ കാരകാണ്. ഇനി മോഹൻ നെ സോഹൻ കോ കിതാബ് ദി മേം കാരക്. മോഹൻ നെ സോഹൻ കോ കിതാബ് ദി. മോഹൻ സോഹന് എന്ത് കൊടുത്തു? ബുക്ക് കൊടുത്തു. ഇതിൽ കാരക് ഏതാണ് വരുന്നത്? കർമ്മകാരകാണ്. കർമ്മകാരക്, അതായത് അണ്ടർലൈൻ ചെയ്ത പോർഷനിലാണ് കർമ്മകാരക്. കർമ്മകാരക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാണ് അണ്ടർലൈൻ ചെയ്ത പോർഷൻ. അപ്പൊ കർമ്മകാരക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണ് ബുക്ക് കൊടുത്തത്? കിതാബ് കൊടുത്തു. ആർക്ക് കൊടുത്തു? സോഹൻ. അപ്പൊ കർമ്മകാരക്, കർമ്മത്തെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. അപ്പൊ കർമ്മകാരക്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത പോർഷൻ ആണ്. അപ്പം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. മാതാജി പ്രഭാത് കെ ലിയെ ഖിലൗന लाई. इस वाक्य में प्रभात है കർത്തൃകാരക്, സമ്പ്രദാൻ കാരക്, കരൺ കാരക്, കർമ്മകാരക്. സമ്പ്രദാൻ കാരകാണ്, സമ്പ്രദാൻ കാരകാണ്. മാതാജി പ്രഭാത് കെ ലിയെ ഖിലൗന लाई, രാവിലത്തേക്ക് ഭക്ഷണം കൊണ്ടുവരുന്നത് അല്ലെ പറയുന്നത്. അപ്പൊ കേലിയെ അല്ലെ, കേലിയെ നമ്മൾ പഠിച്ചു. സമ്പ്രദാൻ കാരക് എന്തായിരുന്നു? കേലിയെ അല്ലെ. ഓക്കെ, ആയുഷി പഠിത്തി ഹെ. ഇസ് വാക്യ में कौन सा कारक है? ആയുഷി പഠിത്തി ഹെ, ആയുഷി പഠിക്കുന്നു. ആരെ പഠിക്കുന്നു? എന്തിനെ പഠിക്കുന്നു? ഉണ്ടോ എന്തെങ്കിലും? കർമ്മമൊന്നുമില്ല അല്ലെ. പിന്നെന്താണ് ആയുഷി പഠിക്കുന്നത്? ആരാണ് ഇവിടെ പഠിക്കുന്ന ആളാരാ? ആയുഷി. ആയുഷി എന്താ? കർത്താവ്. കർത്താവിനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ കർത്തൃകാരക്. ഓക്കെ, മേം പർ കിസ് കാരക് കി വിഭക്തിയാ ഹെ. മേം പർ ഏത് കാരകിന്റെ വിഭക്തിയാണ്? മേം പർ ഏത് കാരകിന്റെ വിഭക്തിയായിരുന്നു? അധികരൺ കാരക് അല്ലെ, പഠിച്ചതാണ്. മേം അപ്പനെ ആപ് ചലാ ജാഊംഗ. ഇസ് വാക്യ में आप कौन सा സർവനാം? ആപ്പ് എന്ന് പറയുന്ന ഏത് സർവനാമാണ്? പുരുഷവാചക സർവനാം. പഠിച്ചതാണല്ലോ നമ്മൾ അല്ലെ. പുരുഷവാചക, പുരുഷവാചകിൽ തന്നെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. നിജവാചക്, നിശ്ചയവാചക്, സംബന്ധവാചക് ഒക്കെ പഠിച്ചതാണ് അല്ലെ സർവനാമം. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. ഇനി സംബന്ധവാചക സർവനാം നഹി ഹെ. ഏതാണ് ഇതിൽ സംബന്ധവാചക സർവനാം അല്ലാത്തത്? ഉസ്കോ. ഉസ്കോ ആണ് മറ്റേത് ജിസേ അവൻ, ജിസ്നെ അവനെ, ജിസ്ക അവന് അല്ലെ. അപ്പൊ വേറൊരാളുമായിട്ടുള്ള ബന്ധത്തെ അങ്ങനെ അവൻ അല്ലെ അങ്ങനെ പറയാണ്. അപ്പൊ അതൊക്കെ എന്താണ്? സംബന്ധവാചകാണ്. ഉസ്കോ എന്ന് പറഞ്ഞാല് നിനക്ക് അല്ലെങ്കിൽ അവന് അങ്ങനെ. അപ്പൊ ഇതാണ് ഉസ്കോ എന്നുള്ളതാണ് ഇവിടെ സംബന്ധവാചക സർവനാമം അല്ലാത്തത്. ഇനി മറ്റേതൊക്കെ നമ്മൾ ഒരാളെ ജിസേ, ജിസ്നെ,
ജിസ്ക എന്ന് പറഞ്ഞാല് ഇതൊക്കെ ഒരാളും മറ്റൊരാൾ റിലേറ്റ് ചെയ്ത് പറയാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഞാൻ ഒരാളെ കണ്ടു, അവനെ അല്ലെ, ആ കണ്ട ആളെ ഞാൻ ഒരാൾക്ക് ഒരു ബുക്ക് കൊടുത്തു, അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരുന്നു, അവനാൽ അല്ലെ ജിസ്നെ, ആ ഒരാളെ നമ്മൾ പറഞ്ഞു. ഇനി ഇത് ഞാൻ ഒരാളെ കണ്ടു, ഇത് അവന്റെ ബുക്ക് ജിസ്ക അല്ലെ, അങ്ങനെ ഒരാളെ നമ്മൾ പറഞ്ഞിട്ട് അവനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതാണ് ജിസ് അങ്ങനെ പറയുന്നത് അല്ലെ. പക്ഷെ ഇത് അങ്ങനെയല്ല. ओके इनी मोहन प्रकाश जी डैश हिंदी पढ़ते हैं। इस वाक्य में रिक्त स्थान की पूर्ति ഇപ്പൊ ഓക്കെ ആണോ നോക്കണേ. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ കണ്ടിരുന്നോ? യെസ് 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 ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ഓക്കെ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് സ്ലൈഡ് ഏത് ക്വസ്റ്റ്യൻ എടുത്തോണ്ടിരുന്നപ്പോഴാണെന്നൊന്ന് പറയാമോ? ഞാൻ കുറച്ച് സ്ലൈഡ് കാണിക്കാം. ഈ സ്ലൈഡ് ഒക്കെ കണ്ടിരുന്നോ? ഗായ് കോൺസി സംജ്ഞ ഹെ, ഗായ് ഏത് സംജ്ഞയാണ്? ജാതിവാചക്. നിമ്നലിഖിത മേസെ കോൺസ ശബ്ദ സമൂഹവാചക സംജ്ഞ, ഇതിൽ ഏതാണ് സമൂഹവാചക സംജ്ഞ എന്ന് ചോദിച്ചു. ദൗഡ് നഹി, അല്ലാത്തത് ദൗഡ് ആണെന്ന് പറഞ്ഞു. ഈ ഒരു സ്ലൈഡ് കണ്ടിരുന്നോ? ആ സ്ലൈഡ് കണ്ടിരുന്നോ? അത് കണ്ടു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നോക്കൂ. നിമ്നലാണ് वाक्य में पशु कौन सा संज्ञा जानवर ആണ്. ഇപ്പൊ കാണിച്ച സ്ലൈഡ് കണ്ടിരുന്നോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏത് സ്ലൈഡ് വരെ കണ്ടിരുന്നു? അത് കണ്ടിട്ടില്ല. ഓക്കെ ഓക്കെ, ഒന്നുകൂടെ പറയാം. നിമ്നലിഖിത മേസെ കോൺസ ശബ്ദ ദ്രവവാചക സംജ്ഞ, ഇതിലെ ദ്രവവാചക സംജ്ഞ വരുന്ന ദൂതാണ്, പാല്. നിമ്നലിഖിത വിശേഷൺ മേസെ സംജ്ഞക്ക് പഹചാൻ കര, ഇതില് സംജ്ഞയെ തിരഞ്ഞെടുക്കുക ആസ്മാനിയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അത് ഒഴിവാക്കിയേക്കൂ. പശു ചർ രഹേ ഹെ, പശു അല്ലെങ്കിൽ ജാൻവർ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു? ചർ രഹേ ഹെ, പുല്ല് തിന്നുന്നു അല്ലെങ്കിൽ മേയുന്നു എന്നൊക്കെയാണ് അർത്ഥം. ഇതില് പശു എന്താണ്? ജാതിവാചക സംജ്ഞയാണ് അല്ലെ, നമ്മൾ പഠിച്ചതാണ്. ഇനി ഉസ്നെ യഹ് ചിത്ര പെൻസിൽ സേ ഹി ബനാ ദിയ, അവൻ ഈ ചിത്രം പെൻസിൽ കൊണ്ടാണ് വരച്ചത്. അപ്പൊ സേ, പെൻസിൽ സേ എന്ന് പറയുമ്പോ അതാണ്, അത് ഇവിടെ കരണ് കാരകാണ്. ഇതൊന്നും കണ്ടില്ലല്ലോ, ആ സ്ലൈഡ് ഒന്നും കണ്ടിട്ടില്ല എന്നാണോ പറയുന്നത്? കാരകൊക്കെ എടുത്ത സ്ലൈഡ് കാരക് ഇല്ല. ഓക്കെ, കണ്ടു, അത് കണ്ടു. മോഹൻ പ്രകാശ് തൊട്ടാണ് കാണാത്തത്. ഓക്കെ 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 ഓക്കെ. മോഹനെ പ്രകാശ്, ഓക്കെ യെസ് കണ്ടു. അപ്പൊ നോക്കാം. മോഹനെ സോഹൻകോ കിതാബ്, ഇതാന്ന് വിചാരിക്കുന്നു. ഇതാണോ? ഈ സ്ലൈഡ് ആണോ കാണാതിരുന്നത്? ഇവിടെ മുതലാണോ കാണാതിരുന്നത്? ഇപ്പൊ കാണിച്ച സ്ലൈഡ് മുതലാണോ കാണാതിരുന്നത്? മോഹനെ സോഹൻകോ കിതാബ്, മോഹൻ സോഹന് കിതാബ് കൊടുത്തു, ആ സ്ലൈഡ് മുതലാണോ കാണാതിരുന്നത്? Is it? അതാണോ? ഒന്നും പറയുന്നില്ല ആരും. നോക്കാം. എനിവേസ് നോക്കാം. യെസ് ഓക്കെ, അതാണ് അല്ലെ. യെസ്. അപ്പൊ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. വഹ് അകലെ സാലായേഗ, അവൻ അടുത്ത മാസം വരും. അടുത്ത മാസം എപ്പോ വരും? അടുത്ത മാസം വരും. അതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എപ്പോ വരും? അടുത്ത മാസം വരും. അപ്പൊ അത് അധികരൺ കാരകാണ്. അതേപോലെ തന്നെയാണ് മോഹനെ സോഹൻകോ കിതാബ് ദി മേ കാരക്, ഇവിടെയാണ്. ഇതാണ് അണ്ടർലൈൻഡ് പോർഷൻ. ഈ അണ്ടർലൈൻഡ് പോർഷനിൽ വരുന്ന കാരക ഏതാണ്? കോ അല്ലെ. കോ എന്ന് പറയുമ്പോ ഏത് കാരകാണ്? കർമ്മ, അതായത്
ആർക്കാണ് കിതാബ് കൊടുത്തു, ബുക്ക് കൊടുത്തു, ആർക്ക് അല്ലെ, സോഹന് ബുക്ക് കൊടുത്തു, അതാണ്. അപ്പൊ ഇവിടെ കർമ്മകാരകാണ് വരുന്നത്. ഇനി മാതാജി പ്രഭാത് കേലിയെ ഖിലൗനാലായി, അമ്മ രാവിലത്തേക്ക് എന്ത് കൊണ്ടുവന്നു, ഭക്ഷണം. അപ്പൊ കേലിയെ എന്ന് പറയുന്നത് സമ്പ്രദാൻ കാരക, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സമ്പ്രദാൻ കാരത് കേലിയെ അല്ലെ. നെക്സ്റ്റ് ആയുഷി പഠിത്തി ഹെ, ആര് പഠിക്കുന്നു, ആയുഷി അല്ലെ, അവിടെ വേറെ ഒന്നുമില്ല, അപ്പൊ അത് കർത്തൃകാരകാണ് കേട്ടോ. ഇനി മേം പർ എന്ന് പറയുന്നത് കിസ് കാരകി വിഭക്തിയാ, ഏത് കാരകിന്റെ വിഭക്തിയാണ് മേം പർ, അധികരൺ കാരക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പഠിച്ചതാണ്. മേ അപ്പനെ ആപ് ചലാ ജാവുക, ഞാൻ സ്വയം പോയിക്കോളും, ഞാൻ സ്വയം പോവും അല്ലെ. അപ്പൊ ഇവിടെ ആപ്പ് എന്ന് പറയുന്നത് പുരുഷവാചക സർവനാമാണ്. നമ്മൾ പഠിച്ചു ആപ്പ്, തും, ഹം അല്ലെ, അങ്ങനെ പറയുന്നതൊക്കെ പുരുഷവാചക സർവനാമാണ് അല്ലെ, അത് നമ്മൾ പഠിച്ചു. ഇനി സംബന്ധവാചക സർവനാം നഹി ഹെ, ഇവിടെ സംബന്ധവാചക സർവനാം അല്ലാത്തത് ഉസ്കോ ആണ്. ബാക്കിയൊക്കെ ജിസെ, ജിസ്നെ, ജിസ്ക, ഇതൊക്കെ ഒരാളെ സൂചിപ്പിക്കുന്നതാണ്. ഇത് ഞാൻ അവനെ കണ്ടു, ഞാൻ രാവിലെ ഒരു മോഹനെ കണ്ടു, അവന്റെ കയ്യിൽ ബുക്ക് ഉണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഒരാളെ കണ്ടു, അവനെ സൂചിപ്പിക്കുന്നു, സ്പെസിഫൈ ചെയ്ത് പറയുന്നത് ജിസെ, ജിസ്ന, ജിസ്ക. അപ്പൊ ഇതൊക്കെ ആ ബന്ധം സൂചിപ്പിക്കുന്നതാണ്. ഉസ്കോ മാത്രമാണ് അല്ലാതെ നിൽക്കുന്നത്, അതാണ് സംബന്ധവാചക സർവനാം അല്ലാത്തത്. മോഹൻ ഇതാണ് നിങ്ങൾ പറഞ്ഞ ഈ സ്ലൈഡ് തൊട്ടാണ് അല്ലേ. ഓക്കെ. മോഹൻ പ്രകാശ് ജി ഹിന്ദി പഠാത്തെ ഡാഷ് ഹിന്ദി പഠാത്തെ ഹെ. ഓക്കെ. അപ്പൊ ഈ മോഹൻ പ്രകാശ് ജി ആരെ ഹിന്ദി പഠിപ്പിക്കുന്നു, മുജെ ഹിന്ദി പഠിപ്പിക്കുന്നു, ഹിന്ദി പഠാത്തെ ഹെ, തുമേ ഹിന്ദി പഠാത്തെ ഹെ, ഉനെ ഹിന്ദി പഠാത്തെ ഹെ, ഹമേ ഹിന്ദി പഠാത്തെ, ഇതൊക്കെ എഴുതാം. പക്ഷെ ഇവിടെ പറയുന്നു അന്യപുരുഷവാചക സർവനാം കൊണ്ട്, താഴെ തന്നിട്ടുള്ളതിൽ അന്യപുരുഷനാമ വാചക സർവനാം കൊണ്ട് ഫില്ല് ചെയ്യണം എന്നാ പറഞ്ഞത്. അപ്പൊ ഇതില് അന്യപുരുഷവാചക സർവനാം ഏതാണ്, ഉന്നയാണ് അല്ലെ. മുജെ ഞാൻ അല്ല, തുമേ നീ അതുമല്ല, ഹം ഞങ്ങൾ, ഇതൊക്കെ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ആണ്. അന്യപുരുഷവാചക സർവനാം എന്ന് പറഞ്ഞാൽ ഉന്നയമാണ് അല്ലെ. ഇത് പഠിച്ചതാണ് ഇതൊക്കെ. ഷായത് കമരമേ കോയി ചിപ്പാ ഹുവാ ഹെ, ഒരുപക്ഷെ റൂമില് ആരെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. കോയി ആരെങ്കിലും, ഇതെന്ത് സർവനാമാണ്, അനിശ്ചയവാചക സർവനാമം. ആരാ നമുക്കറിയില്ല, ആരോ ഒളിച്ചിരിക്കുന്നുണ്ട്, അപ്പൊ അത് കോയി അനിശ്ചയവാചക സർവനാമാണ്. ഇനി നോക്കൂ, തുംകോ കോൺസാ കമര പസന്തായ, നിങ്ങൾക്ക് ഏത് ബുക്കാണ് ഇഷ്ടം, റൂമാണ്, കമര റൂം, ഏത് റൂമാണ് ഇഷ്ടപ്പെട്ടത്, കോൺസ ഏത് അല്ലെ. ഏത്, എന്ത്, ആര് എന്നൊക്കെ പറയുന്നത് എന്താണ്, ക്വസ്റ്റ്യൻ വേർഡ്സ്, WH വേർഡ്സ് ആണ്. ഹൂ, വൈ അല്ലെ, വേർ, വാട്ട് എന്നൊക്കെ ചോദിക്കുന്നത് WH വേർഡ്സ്, ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. ഇംഗ്ലീഷില്, ഹിന്ദിയില് ക്വസ്റ്റ്യന് പ്രശ്നം എന്നാ പറയാ, പ്രശ്നവാചക സർവനാമാണ്. അപ്പൊ ഇതെല്ലാം ഓക്കെ. ദെൻ യഹ് ഗായ് അധിക ദൂത് തേത്തി ഹേ അല്ലെ, ഈ പശു കൂടുതൽ പാല് തരുന്നു. ഇവിടെ അധിക വിശേഷൻ ഏതിന്റെ വിശേഷതയാണ്, പാലിന്റെ ആണോ അധിക, അല്ല, പശുവിന്റെ ആണ് അല്ലെ. പാലിന്റെ വിശേഷണമാണ് എന്തൊക്കെ പറയാം, നല്ല പാലാണ്, ചീത്തപ്പാലാണ്, വെളുത്ത പാലാണ് എന്നൊക്കെയാ പറയാ. അധിക പാല് തരുന്നു, ആരാ തരുന്നേ, പശു തരുന്നത്. അപ്പൊ അധികം എന്ന് പറയുന്ന ഗായിന്റെ വിശേഷതയാണ്, ശ്രദ്ധിക്കണേ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇനി നോക്കൂ, വഹ് നൗക്കർ നഹി ആയ, ആ വേലക്കാരൻ വന്നില്ല. ഇസ് വാക്യമേ വഹ് കോൺസാ വിശേഷൺ ഹേ, വഹ് എന്ന് പറയുന്നത് ഏത് വിശേഷണാണ്, സാർവനാമിക് വിശേഷണാണ് അല്ലെ. വഹ്, യഹ്, വേ, യേ, ആപ്, തു, തും, ഹം, ഇതെല്ലാം സാർവനാമിക് വിശേഷണാണ്. ഓക്കെ. ദെൻ ധൂതില ഗുണവാചക വിശേഷണാണ്. ദെൻ विशेषण शब्द जिस संज्ञा या सर्वनाम के विशेषता बताते हैं उसे क्या कहते हैं. ഡെഫിനിഷൻ ആണ് വിശേഷൺ ശബ്ദ, വിശേഷണമായിട്ട് വരുന്ന വാക്ക്, വിശേഷണമായിട്ട് ഉപയോഗിക്കുന്ന വാക്ക്. ജിസ് സംജ്ഞായ സർവനാമം, ഏത് സംജ്ഞയാണോ സർവനാമത്തെയാണോ വിശേഷിപ്പിക്കുന്നത് അതിനെ എന്തു പറയും, വിശേഷ്യ എന്ന് പറയും. നമ്മൾ പഠിച്ചതല്ലേ, എന്തിനാ വിശേഷിപ്പിക്കുന്നത്, അത് വിശേഷ്യ. എന്താണോ വിശേഷണം അത് വിശേഷണം, നമ്മൾ പഠിച്ചതാണ്. ഇനി ചതുർ വിദ്യാർത്ഥി സെ പ്രശ്ന പൂച്ചോ, ചതുർ വിദ്യാർത്ഥി ബുദ്ധിമാനായ സ്റ്റുഡന്റിനോട് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കൂ. ഇവിടുത്തെ ചതുർ എന്ന് പറയുന്നത്, ഇവിടെ വിശേഷണം ഏതാണ്, ചതുറാണ്, ബുദ്ധിമാനായ അല്ലെ. വഹ് ആദ്മി ജോ കൽ ആപ്കെ ഘർ ആയാ ഥാ ബഹുത് ബഡാ ഡംഗ് ഹെ അല്ലെ. അവിടെ എത്ര വിശേഷണം ഉണ്ടെന്നാ ചോദിക്കുന്നത്. വഹ് ആദ്മി, ആദ്മി ഏത് ആദ്മി, ആ ആദ്മി ഒന്ന്. ജോ കൽ ആപ്കെ ഘർ ആയ, ഏത് ആദ്മി, ഇന്നലെ നിന്റെ വീട്ടിൽ വന്ന അല്ലെ, അത് ഒരു വിശേഷൻ. ബഹുത്ത് ഒരു വിശേഷൻ, ബഡാ ഡംഗ് ഹെ അല്ലെ. അപ്പൊ 4 വിശേഷണം ഉണ്ട്. ഓക്കെ.
കട്ടുവാഹട്ട് ശബ്ദമേ പ്രത്യയ, കട്ടുവാഹട്ട് എന്നുള്ള ശബ്ദത്തില് പ്രത്യയം ഏതാണ്? ആഹട്ട് അല്ലെ, ആഹട്ട്. കട്ടുവ പ്ലസ് ആഹട്ട്, ആഹട്ടാണ് പ്രത്യയം. പ്രത്യയ ഉപസർഗമൊക്കെ പഠിച്ചതല്ലേ? ഉപസർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഫിക്സ് ആണ്, പ്രത്യയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിഫിക്സ് ആണ്. അപ്പൊ പഠിച്ചു. ചതുരായി, ആയി ആണ് ഇതിലെ പ്രത്യയം. ഇയ ചേർത്ത് വരുന്ന കറക്റ്റ് വേർഡ് ടിബിയ ആണ്. ഇയ ചേർത്ത് വരുന്ന കറക്റ്റ് വേർഡ്. Then ഉത്കർഷ് മേ കോൺസാ ഉപസർഗ് ലഗ, ഉത്കർഷില് ഉപസർഗ് ഉ അല്ലെ, മുൻപിൽ ചേർത്തിട്ടുള്ളത് ഏതാണ്? സി, ഉത് അല്ലെ, ഉത് ആണ്. ഉത്. Then സാഹിത്യക് മേ കോൺസാ പ്രത്യയ്, ഇതിൽ ഏതാണ് പ്രത്യയം വരുന്നത്? ഇക്, ഇക്, സാഹിത്യ, ഇക്. സാഹിത്യം എന്നുള്ളൊരു വേർഡ് ഉണ്ട്, അവിടെ ഇക് ചേർത്തു, സാഹിത്യക്. അപ്പൊ ഇതാണ് അതിന്റെ പ്രത്യയം. നിമ്നലിഖിതമേ പ്രത്യയ യുക്ത ശബ്ദ, ഇതില് പ്രത്യയയുക്ത ആയിട്ടുള്ള ശബ്ദം ഏതാണ്? സമജ്ദാർ ആണ് കേട്ടോ. ദാർ പ്രത്യയ ചേർത്തത്. സമച്ന എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, സമജ്ദാർ. അപ്പൊ അതാണ്. മറ്റേതൊക്കെ സാദാർ, സാ എന്ന് പറഞ്ഞാൽ സഫിക്സ് ആണ്. സ്വഭാവ്, ഭാവന സ്വ ചേർത്തപ്പോ അതും സഫിക്സ് ആണ്. സാവധാൻ. ഓക്കെ, അപ്പൊ ഇവിടെ